നമസ്തേ. പിന്നെ വിശേഷങ്ങൾ പറയാൻ ഞങ്ങൾ എത്തിയിട്ടോ. കേൾക്കാൻ നിങ്ങൾ വരുമോ? കുറച്ച് ലേറ്റായിപ്പോയിട്ടോ. 7 മണിയാവാനായി ഞാനിവിടെ എത്തുമ്പോൾ നേരെ പോയി കുളിച്ച് ഫ്രഷായി നേരെ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. വരുന്ന വഴിക്ക് ഇവർക്കൊക്കെ എന്തെങ്കിലും കഴിക്കാനൊക്കെ വാങ്ങണേ, അങ്ങനെ വാങ്ങിച്ചിട്ടൊക്കെ പോരുകയാണ്. കഴിച്ചിട്ടില്ല. അതിപ്പോൾ എന്താണ്, ഞങ്ങളുടെ 3 ആളുടെ എക്സാം കഴിഞ്ഞു കേട്ടോ. നാളെ എനിക്കൊരു ചെറിയ പരിപാടി ഉണ്ട്. ഇവരുടെയൊക്കെ പരിപാടി ഇന്ന് തന്നെ ഇതാക്കി. സ്കൂളിൽ നിന്ന് എന്തൊക്കെയൊക്കെ ടീച്ചേഴ്സിൻ്റെ ഓരോ സമ്മാനങ്ങളും സ്നേഹങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അന്നിപ്പം എന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞോളി. ഉറക്കനെ പറയടാ. ഉണക്കോ? അപ്പോൾ ഓരോ വിശേഷം ഇങ്ങനെ കേട്ടോ. എക്സാമും എഴുതി എല്ലാം കഴിഞ്ഞു. അവർക്ക് എന്തൊക്കെയൊക്കെ ടീച്ചേഴ്സിൻ്റെ വക എന്തൊക്കെയൊക്കെ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ചോ. അപ്പം ഇനി അവർ പോയി കഴിച്ചോട്ടെ. ഇങ്ങനെ ഐസ്ക്രീമും മാംഗോ ബാറില്ലേ, അതും പിന്നെ പപ്സും വാങ്ങിയിട്ട് വേഗം പോകുന്നത് കേട്ടോ. ഒരു വിശന്ന് ഒത്തിരിക്കല്ലേ, അതുകൊണ്ട് ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ടൊക്കെ ഇങ്ങനെ കൊണ്ടോട്ടി അവിടെ ഇങ്ങനെ പോക്കായിരുന്നു പണി. പൊരിഞ്ഞ വെയിലും കൊണ്ടങ്ങ് ഞങ്ങൾ നാളത്തെ പരിപാടിക്ക് അവൾക്കെന്തോ ഒന്ന് ഓർഡർ ചെയ്യാനുണ്ടായിരുന്നു, ഓർഡർ കൊടുക്കാനുണ്ടായിരുന്നു. അത് പിന്നെ എൻ്റെ സെൽഫായിട്ടുള്ള ഒരാവശ്യമാണ് കേട്ടോ. അപ്പോൾ അതിന് പോയതായിരുന്നു. അങ്ങനെ പിന്നെ എനിക്ക് വേറെയും ഇങ്ങനെ പോവാണ്ടായിരുന്നു. അപ്പോൾ ലേറ്റായിപ്പോയി. പിന്നെ ഇന്ന് 2 എക്സാം ഉണ്ടായിരുന്നു കേട്ടോ. ഇംഗ്ലീഷും കമ്പ്യൂട്ടർ പ്രാക്ടിക്കലും ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. നാളെ വേറെ ഒന്നല്ല, എന്താണ് ഇഫ്തർ മീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാളെ ആ പരിപാടിയാണ്. അപ്പോൾ നാളെ എനിക്ക് 6 മണിക്ക് വൈകിട്ട് 6 മണിക്ക് അവിടെ എത്തണം കൊണ്ടോട്ടിയിൽ. ഒരു നോമ്പ് തുറക്കുമ്പോൾ. അപ്പോൾ നാളത്തെ ഒരു ദിവസം ഞാൻ നോമ്പെടുക്കാണ് കേട്ടോ. കറക്റ്റ് അറിയൊന്നുമില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട്സുകൾ അധികം ആൾക്കാർ മുസ്ലിം ആയതിനെ കൊണ്ട് അവരടുത്ത് ചോദിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാർ എന്താ പറയുക, ഈ പുണ്യമാസത്തിൽ നമ്മളും അതിലൊരു പങ്കാളിയാവുക അല്ലേ. അവരെങ്ങനെയാണോ ഭക്ഷണമൊക്കെ കഴിക്കാണ്ട് ആ ഒരു ദിവസം എടുക്കുന്നതെന്ന് വെച്ചാൽ അതേ കണക്ക് തന്നെ നമ്മളും എടുക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് നാളെ ഫുള്ളായിട്ട് അങ്ങനെ എടുത്ത് വൈകിട്ട് ഒരു നോമ്പറ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, അപ്പം നമ്മളെയൊക്കെ സന്തോഷം അതിൽ കാണിക്കുക. എന്നിട്ട് വേഗം ഇങ്ങോട്ട് ഓടി പോരണം. കോഴിക്കോടേക്ക് എത്തണ്ടേ, കോഴിക്കോട് നിന്നും കുറച്ച് ഉള്ളോട്ടേക്ക് എത്തണ്ടേ, നരിക്കുനിക്ക് എത്തണ്ടേ, അതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് വേഗം ഓടി പോരണം. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ വിശേഷങ്ങളാണ്. പിന്നെ എക്സാമിനോടൊക്കെ വിട പറഞ്ഞു. തല പെരുത്ത് കുത്തിരിക്കുന്നു, കൂളായി ഒക്കെ കടിച്ച് പറിക്കുന്ന തിന്നുന്നതിൻ്റെ തിരക്കിലായി. ഇമ്മലേക്ക് ശ്രദ്ധ പോയതാ. പതുക്കെ കഴിച്ചോ. അപ്പോൾ എന്തേനു പറഞ്ഞ പരീക്ഷേൻ്റെ ഒക്കെ കെട്ടഴിഞ്ഞു. ഇനി വെക്കേഷനാണ്. വെക്കേഷൻ പകുതിയോളം ആകുമ്പോഴത്തേനും ഇനി റിസൾട്ട് വരും. എല്ലാം നമ്മൾ ഫേസ് ചെയ്യണ്ടേ അല്ലേ. അതിന് മുന്നേ നമ്മൾ വെക്കേഷൻ അടിപൊളിയാക്കണ്ടേ. ഇനിയിപ്പോൾ വിഷുവിൻ്റെ ഓരോ പരിപാടി കാര്യങ്ങളുണ്ട്. ഞാൻ സ്പീഡ് പറഞ്ഞു പോട്ടെ കേട്ടോ. ഇനി വിഷുവിൻ്റെ ഓരോ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക, വൃത്തിയാക്കൽ ചടങ്ങൊക്കെ ഉണ്ടല്ലേ. അധികം ഞാൻ ഓണത്തിനാണ് കംപ്ലീറ്റ് ഇതാക്കാം. പക്ഷേ ഇപ്രാവശ്യം വിഷുവിനാക്കാണ്. മിക്കവാറും ഞങ്ങൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് കാരണം ഒരുവിധം മൊത്തത്തിൽ ഇനി നാളേക്ക് പറ്റില്ല, നാളെ എനിക്ക് പോകണമല്ലോ. അത് കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഓരോരോ വിശേഷങ്ങളാണ് ഇനി അങ്ങോട്ട് നടക്കുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഒന്ന് ഫ്രീ ആയിട്ട് എന്തെങ്കിലും ഒന്ന് കഴിച്ച് കുറച്ച് കഴിഞ്ഞ് അടുക്കളയിൽ കയറി എന്തെങ്കിലുമൊക്കെ ഒന്ന് പാചകം ചെയ്ത് ഇതാക്കണം. അപ്പോൾ ഇപ്പം ഞാനിത് കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയിട്ട് എന്തെങ്കിലും ഭക്ഷണവും കഴിച്ചിട്ട് ഒന്ന് നിവർന്നൊരു കടത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് എണീച്ചിട്ട് ഫുഡിൻ്റെ പരിപാടി വേഗം നോക്കാം. അതൊരു 1 മണിക്കൂർ കൊണ്ട് വേഗം ചെയ്യാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ശുഭരാത്രി. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ വിട വാങ്ങുകയാണ് നിങ്ങളുടെ സ്വന്തം മോനിഷ. ബൈ.